പോസ്റ്റ് ഇട്ട വ്യക്തി വളരെയധികം ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാങ്കല്പിക സംഗതി ഇട്ടതായിരിക്കാം. പക്ഷേ ഈ പോസ്റ്റ് വായിക്കുന്ന 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ മാനസിക നില നോക്കുക. അവന് സ്വാഭാവികമായി ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു ഔത്സുക്യം വികസിച്ചു വരുന്നൊരു സമയമായിരിക്കാം. അപ്പോൾ ഒരു ചേട്ടൻ, അല്ലെങ്കിൽ അത്യാവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിലയും വിലയുമുള്ള ഒരു ചേട്ടൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇടുമ്പോൾ എനിക്കും അത് തോന്നാം. ഈ 18, 19, 20 മാത്രമല്ല, അഡ്വക്കേറ്റ് സന്ധ്യയെ പോലെ ബാലാവകാശ കമ്മീഷനൊക്കെ ഉള്ള ഒരു നാട്ടിൽ ഇത്തരം പോസ്റ്റ് ഇടുന്ന ഒരാൾ ഡേഞ്ചർ സോണിലാണ്. ഇവരുടനെ പോയി ബുക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആളുടെ ഇതല്ലേ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ പൂട്ടിച്ചു. അല്ല, അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു സമൂഹത്തിൽ കഴിയുമ്പോൾ നമ്മളൊരു അഭിപ്രായ പ്രകടനം കൊച്ചുകുട്ടി തൊട്ട് മുതിർന്ന വ്യക്തികൾ വരെ പല ആളുകളും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ അത് സ്വാധീനിക്കാം. 18 വയസ്സിൽ താഴെയുള്ളൊരു വ്യക്തി, അത്തരം വ്യക്തികൾക്ക് ഈ ഗുണദോഷ യുക്തിചിന്ത കുറവായതുകൊണ്ട് തന്നെ ഒരു പറയുന്ന വ്യക്തിയുടെ നിലയും വിലയും അനുസരിച്ചായിരിക്കും അഭിപ്രായം സ്വീകരിക്കപ്പെടുന്നത്. പറയുന്ന വ്യക്തി സമൂഹ മധ്യത്തിൽ അംഗീകാരമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം പറയുന്ന മോശമായ അഭിപ്രായം പോലും സ്വീകരിക്കപ്പെടാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു അപകടം കിടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ 18 വയസ്സിൽ താഴെയുള്ളവരൊക്കെ സെക്ഷലി ബന്ധപ്പെടാറുണ്ട്. അത് ഇല്ലീഗലാണെങ്കിലും ബാൻഡ് ആണെങ്കിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൺസെൻറ്റ് എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളത്. അത് ശാസ്ത്രീയമായിട്ടും നിയമപരമായിട്ടുമാണ് ഉണ്ടാക്കപ്പെട്ടുള്ളതെങ്കിലും പക്ഷേ എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഈ കൺസെൻറ്റ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. 18 വയസ്സ് എങ്ങനെയാണ് കൺസെൻറ്റ് ആവുന്നത് എന്നുള്ളത്. കാരണം ചിലപ്പോൾ ചില കുട്ടികൾ 12 വയസ്സുള്ള കുട്ടികൾ, ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ 40 വയസ്സിൽ മുകളിലുള്ള ആൾക്കാരെക്കാളും പക്വതയുള്ള തരത്തിലാണ് 12 വയസ്സുള്ള കുട്ടി ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലത്ത് ഏജ് ഓഫ് കൺസെൻറ്റും മാറ്റേണ്ടതുണ്ട്. ഏജ് ഓഫ് കൺസെൻറ്റും 18-ൽ നിന്ന് മാറ്റേണ്ട സമയം ആയി ശരിക്കും പറഞ്ഞു. അത് പക്ഷേ റേപ്പിസ്റ്റുകൾ ദുരുപയോഗിക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ റേപ്പ് നടക്കുന്നു ഒരു ആണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ കൂട്ടബലാത്സംഗത്തിനൊക്കെ ഇരയായ പല പെൺകുട്ടികൾക്കും എതിരായി നിയമം കോടതിക്കകത്ത് ആരോപിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പോക്സോ ആക്ടിന് മുമ്പ് ഈ ഏജ് ഓഫ് കൺസെന്റ് ആണ്. അല്ലെ, ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഹെറ്ററോസെക്ഷൽ ആയ ഒരാണ് പെണ്ണിനെ റേപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഹെറ്ററോസെക്ഷുവാലിറ്റി അല്ലല്ലോ ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ അയാളുടെ ഒരു മനോഭാവത്തിനെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പം ആ ഒരു സെക്ഷൽ ആക്ടിനെ അല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. അതിന് വേറെ തരത്തിലുള്ള ഇപ്പം നേരത്തെ പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. അത്തരത്തിൽ ഇപ്പം ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആൾ മാറുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ മാറാൻ പോകുന്നില്ല. റീഫോം ചെയ്യപ്പെടുന്ന ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വേറെ തരത്തിലുള്ളൊരു സാംസ്കാരിക മാറ്റമാണ് ഉണ്ടാവേണ്ടത്. ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജയിൽ ശിക്ഷ അവിടെ കൊണ്ട് നിർത്തേണ്ട കാര്യം. അതിനകത്ത് ഇനി ഇപ്പോൾ പറയുന്ന മാതിരി ആ പ്രതികളെ മാനസികമായി നമ്മൾ പരിവർത്തനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന മാതിരി അതിനെ പിന്നെയും എന്താ പറയുക ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന തലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഡു യു തിങ്ക് ഇൻ എ മർഡർ ഓർ അങ്ങനെയുള്ള ഒഫൻസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ പറയുമോ? അവരെ ഈ പറയുന്ന മാതിരി എന്തെങ്കിലും തരത്തിലല്ലാതെ നമുക്ക് ഇത് ചെയ്യണം. മർഡർ ഇസ് എ മർഡർ. നമ്മളത് ഭയങ്കര ക്രൂര കൃത്യമാണ് അവൻ ചെയ്തതെന്നല്ലേ പറയുള്ളൂ. പക്ഷേ ഈ സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴേക്കും യു തിങ്ക് ദാറ്റ് വേറെ എന്തോ മാനസിക പ്രശ്നം കൊണ്ട് ചെയ്തതാണ്. സോ യു കൈൻഡ് ഓഫ് യു ഹാവ് ടു ബി കൺസിഡറേറ്റ് ടുവേർഡ്സ് അക്യൂസ്. ഒരു കാരണവശാലും എന്നെപ്പോലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല എന്ന് എനിക്ക് പറയാം. നിയമപരമായ മനോരോഗവും വൈദ്യശാസ്ത്രപരമായ മനോരോഗവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിയമപരമായ മനോരോഗത്തിൻ്റെ പട്ടികയിൽ ഇതൊന്നും വരുന്നില്ല. പീഡോഫിലിക് ഡിസോർഡർ അതിനകത്ത് വരുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഇതിനകത്ത് ട്രയലിൽ ഒന്നും അതിൻ്റെ സ്വാധീനം ഒട്ടും തന്നെ വരുന്നില്ല. ഒരുപാട് ജയിലുകളുടെ ആവശ്യമുണ്ട്. വേണ്ടിവരും. ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ, തീർച്ചയായും ജയിലുകൾ കൂടുതൽ വേണ്ടി വരും. വളരെ നന്ദി അഡ്വക്കേറ്റ് സന്ധ്യ, ഡോക്ടർ അരുൺ, ഒപ്പം അഭിനന്ദൻ. മൊത്തം ലൈംഗിക തൊഴിലാളികളിൽ പകുതിയോളം പേരും കുട്ടികളായ ഒരു രാജ്യത്ത് കുട്ടികളുടെ ലൈംഗികതയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും സൂക്ഷിച്ചു മാത്രം നടത്തേണ്ടതാണ്. സ്വന്തം അഭിപ്രായത്തെ കുറ്റവാളികൾ ആയുധമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അഭിപ്രായം പറയുന്നവർ തന്നെയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.